മുരിങ്ങാക്കൊമ്പ് വീടിന്റെ തൊട്ടടുത്ത് പറ്റൂല എന്നാട്ടോ, കുറച്ച് ദൂരെ ആയിരിക്കണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് ഉള്ളുറപ്പില്ലാത്തതുകൊണ്ടാണ്, വേറെ കാരണമൊന്നും അതിനില്ല. പിന്നെ ചെറിയ ഇലകളുള്ള മരങ്ങൾ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കും. പുളി അതുപോലെ നെല്ലി പോലത്തെ ചെറിയ ഇലകളുള്ള സാധനങ്ങൾ വല്ലായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കും. അപ്പൊ മനുഷ്യനാവശ്യമായ ഓക്സിജൻ ഇല്ലാതെയാകും എന്നതൊരു പ്രശ്നമാണ്. ഒരു മനുഷ്യന് 675 ഘനയടി ഓക്സിജൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 7 മീറ്റർ ചുറ്റളവിലുള്ള ഓക്സിജൻ ഒരാൾക്ക് ആവശ്യമാണ്. ഒരു മനുഷ്യന് 7 മീറ്റർ ചുറ്റളവിലുള്ള ഓക്സിജൻ ഒരാൾക്ക് ആവശ്യമാണ്. അപ്പൊ ചെറിയ ഇലകളുള്ള വൃക്ഷങ്ങൾ, മരങ്ങൾ ഓക്സിജൻ കൂടുതലായി വലിച്ചെടുക്കുന്നതിനാൽ മനുഷ്യന് ശുദ്ധവായു കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുരിങ്ങയും പുളിയൊന്നും പറ്റൂല എന്ന് പറഞ്ഞത്. അല്ല ചെയ്ത്താൻ ഇറങ്ങി വരുന്നോണ്ടല്ല. ചെയ്ത്താൻ ഇറങ്ങണ മരം ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതുണ്ട്. ശൈത്താൻ ഇഷ്ടപ്പെടുന്ന മരങ്ങളുണ്ട്, അത് പെരഞ്ഞെടുത്ത് നല്ലതല്ല. ശൈത്താൻ ഇഷ്ടപ്പെടുന്നത് 2 തരത്തിലുള്ള വൃക്ഷങ്ങളാണ്. ഒന്നുകിൽ ഫയറി ഇഫക്റ്റ്, അതായത് അഗ്നി സാന്നിധ്യം കൂടുതലുള്ള മരങ്ങൾ, അത് ശൈത്താന് നല്ല ഇഷ്ടമാണ്. അതിൽപ്പെട്ടതാണ് ആല്, ചേര് തുടങ്ങിയ മരങ്ങളൊക്കെ. രണ്ടാമത് ശൈത്താന് കൂടുതൽ ഇഷ്ടമുള്ള വേറൊരു ഇനം മരങ്ങളുണ്ട്, അത് കയ്പുള്ള മരങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ആര്യവേപ്പ്, അതുപോലെ കാഞ്ഞീരം തുടങ്ങിയ മരങ്ങളൊക്കെ. അപ്പൊ കയ്പുള്ളത് അല്ലെങ്കിൽ ഫയറി ഇഫക്റ്റ്, അഗ്നി സാന്നിധ്യം കൂടുതലുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിന്റെ അടുത്ത് ഇല്ലാതിരിക്കാൻ നല്ലത്. താമസിക്കുന്നിടത്ത് പ്രശ്നമുള്ള വളപ്പിൽ എവിടെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. താമസിക്കുന്ന സ്ഥലത്ത് വേറെ പറമ്പുണ്ട്, അവിടെ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ധാരാളം അനുഭവമുണ്ട് ചെറുനാരങ്ങ മരം വീട്ടിൽ നല്ലതല്ല എന്നത്. കിതാബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് അനുഭവങ്ങളുള്ളൊരു സംഗതിയാണത്. കുറേ ആളുകൾ അനുഭവം പറഞ്ഞിട്ടുള്ള, എന്റെ അന്വേഷണങ്ങളിൽ ധാരാളം ആളുകൾ അനുഭവം പറഞ്ഞൊരു സംഗതിയാണ് നമ്മുടെ സാധാ ചെറുനാരങ്ങ മരം താമസിക്കുന്ന വീട്ടിൽ നല്ലതല്ല എന്നാൽ അത് കായ്ക്കുന്നത് വരെ കുഴപ്പമൊന്നുമില്ല. അത് കായ്ച്ചാൽ വീട്ടുകാരന്, ആ വീട്ടിലെ കുടുംബനാഥന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് അനുഭവസ്ഥർ പറഞ്ഞതുകൊണ്ട് താമസിക്കുന്ന സ്ഥലത്ത് അതത്ര നല്ലതല്ല. വേറെ നമുക്ക് പറമ്പുണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വീടിന്റെ പരിസരത്തുള്ള മരങ്ങളും പ്രധാനം തന്നെയാണ്. അപ്പൊ ഒരു മരം കുഴിച്ചിട്ടാൽ അത് വേഗത്തിൽ മുളച്ചു വരുന്ന പ്രദേശം, അത് മനുഷ്യന് താമസിക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു നോട്ടം, നന്നായി കാല് പൊന്തിച്ചിട്ട് ഇങ്ങനെ നടന്നു നോക്കിയാൽ അടിയിൽ നിന്നൊരു മുഴക്കം വരുന്ന ഭൂമി, അത് താമസിക്കാൻ പറ്റിയ സ്ഥലം. അടിയിൽ നിന്നൊരു മുഴക്കം ഇങ്ങനെ വരുന്നത്. ശരിയായ മണ്ണ് പരിശോധന എന്ന് പറഞ്ഞാല് സമചതുരത്തിലുള്ള ഒരു കുഴി വയ്ക്കുക, 1 മീറ്റർ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൽ ഒരു കുഴി വെച്ചിട്ട് ആ കുഴിയിൽ നിന്ന് എടുത്ത മണ്ണ് അതിലേക്ക് തന്നെ ഇട്ടാല് മണ്ണ് ബാക്കിയാണ്. ഒരു കുഴി വെച്ചിട്ട് ആ കുഴിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് പിന്നെ ആ മണ്ണ് അയക്കാൻ തന്നെ ഇട്ടാലും കുഴിയൊക്കെ നികന്നതിന് ശേഷം മണ്ണ് കുറച്ച് ബാക്കി കിട്ടണം. അങ്ങനത്തെ ഭൂമി, അതാണ് മണ്ണിന്റെ ഏറ്റവും നല്ല ടെസ്റ്റ്. ഇങ്ങനെ നോക്കി ഉറപ്പിച്ചാൽ ആ മണ്ണ് ഏറ്റവും താമസിക്കാൻ അനുയോജ്യമായ ഭൂമിയാണ് എന്ന് കിട്ടും. പിന്നെ ഗന്ധക ഭൂമി, ഭൂമിയുടെ അടിയില് കാന്തത്തിന്റെ ഇഫക്റ്റുള്ള ഭൂമി നല്ലതല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. ഭൂമിക്കടിയിൽ എല്ലുകളുള്ള ഭൂമി നല്ലതല്ല. ശ്മശാന ഭൂമി അതിൽപ്പെട്ടതാണ്. ഖബർസ്ഥാനിൽ പള്ളി പെരേറ്റണ നല്ലതല്ല. ചൊടലയിൽ പെരേറ്റാൻ പറ്റുക പറഞ്ഞത് അതുകൊണ്ടാണ്. വലക്കത് കറംനാ ബനി ആദമ, ആദം സന്തതികളെ നാം ഇക്റാം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ മുഅ്മിന് മാത്രമല്ല പെടുക, എല്ലാവരും പെടും. അതിൽ മുഅ്മിന് മാത്രമല്ല എല്ലാവരും പെടും. അപ്പൊ ഏതൊരു മനുഷ്യനെയും മറവ് ചെയ്തിട്ടുള്ള സ്ഥലം അത് ഇക്റാം ചെയ്യേണ്ട സ്ഥലമാണ്. ഇതുപോലെ അടിയിൽ എല്ലുകളുള്ള ഭൂമിയും താമസിക്കാൻ പറ്റിയതല്ല. എല്ലുകളുള്ള ഭൂമി, എല്ലിന്റെ ഭൂമിയാണെന്ന് മനസ്സിലാക്കിയാല് പശുവിനെ കുഴിച്ചിട്ട സ്ഥലമാണ്, നായിനെ കുഴിച്ചിട്ട സ്ഥലമാണ്, പൂച്ചനെ കുഴിച്ചിട്ട സ്ഥലമാണ്. അങ്ങനെയുള്ള എല്ലുകൾ അടിയിലുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് ഇഫക്റ്റ് കൂടുതലുണ്ടായിരിക്കും. എല്ല് ഫോസ്ഫറസിന്റെ സാന്നിധ്യം കൂടുതലുള്ള സാധനമാണ്, അതുകൊണ്ട് അതിന് നെഗറ്റീവ് ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ പെൻഡിലൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായാല് അവിടെ കുഴിച്ചതിന് ശേഷം ആ മണ്ണ് മാറ്റി വേറെ നല്ല മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്താൽ കുഴപ്പമില്ല. ആ മണ്ണ് അവിടുന്ന് മുഴുവൻ മാറ്റണം. ബനു നജ്ജാർ ഗോത്രക്കാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടി. ബനു നജ്ജാർ ഗോത്രക്കാരിൽ നിന്ന് നബി തങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ ഭൂമി വെറുതെ വേണ്ട, ഇത് വിലക്ക് തന്നാ മതി. വെറുതെ വേണ്ട, വിലക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 5000 ദീനാർ കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങി. ഫഅമറ ബിഖുബൂരിൻ നാസ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന പഴയ ഖബറുകൾ പൊളിച്ചു നീക്കാൻ കൽപ്പിച്ചു.
അങ്ങനെ സഹാബാക്കൾ ആ ഖബർ പൊളിക്കുകയും അതിലുണ്ടായിരുന്ന മുഴുവൻ എല്ലുകളും വസ്തുക്കളും എടുത്ത് മറ്റൊരു വശത്തേക്ക് മാറ്റിമറിവ് ചെയ്യുകയും അതിനുശേഷം അതിൽ മണ്ണിട്ട് നിർത്തുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ എല്ലിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് സമ്പൂർണമായും ഒഴിവാക്കിയതിനു ശേഷം അവിടെ മണ്ണിട്ടിട്ട് നികത്തണം. നാലാമത്തെ നോട്ടം, ജലലഭ്യതയുള്ള വെള്ളത്തിന്റെ ലഭ്യതയുള്ള ഭൂമിയാണ് താമസിക്കാൻ ഏറ്റവും അനുയോജ്യം. വെള്ളമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ വെള്ളം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അല്ലാഹു തആല ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായ വെള്ളം ഒരു സ്ഥലത്ത്, മഴ ഒരു സ്ഥലത്ത് വർഷിപ്പിക്കുന്നുണ്ട് എന്നാണ്. 3 സെന്റ് 5 സെന്റ് നമുക്ക് ആകുള്ളത്. ആ 5 സെന്റിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമായ വെള്ളം അവിടെ പെയ്യിക്കും ഒരു കൊല്ലം. നമ്മളെന്തേ കാട്ടിയത്? നമ്മളത് വേഗം തോടൊക്കെ ചോദിക്കാണ്ട് അങ്ങേപ്പുറത്തെ പറമ്പക്ക് പറഞ്ഞേക്കാണ്. ശരിക്കും അത് അവിടെ താഴേണ്ടതാണ്. അതിന്റെ അവസാനം കിണറ്റിൽ വെള്ളമില്ല. കുഴൽക്കിണർ 7 ഇഞ്ച് 10 ഇഞ്ച് 12 ഇഞ്ച് 50 ഇഞ്ച് 100 ഇഞ്ചൊക്കെ വലിയ എല്ലാത്തിന്റെ കുഴൽക്കിണറൊക്കെ കിടക്കുക, വെള്ളമില്ല അറിഞ്ഞാണ്ട്. ആ 3 സെന്റിൽ താമസിക്കുന്നവർക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ അല്ലാഹു തആല പെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് മുറ്റം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അടുത്ത വരേക്ക് പോയി ഓന് വെള്ളം കിട്ടി, നമുക്ക് കിട്ടിയില്ല. അതാണ്ടായത്. മുറ്റം കോൺക്രീറ്റ് ചെയ്തപ്പോൾ പോയതല്ലേ. അവനാന്റെ തൊഴിൽ പെയ്യണ വെള്ളം അവനാന്റെ സ്ഥലത്ത് അത് താഴണം. അപ്പോഴാണ് കിണറ്റിൽ വെള്ളം ഉണ്ടാകുക. അല്ലാഹു തആല ആവശ്യത്തിനനുസരിച്ചുള്ള എല്ലാ സാധനവും നമുക്ക് തരുന്നുണ്ട്. ചക്കക്കാലം എന്നൊരു കാലം ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്ക ഉണ്ടായിരുന്നു എല്ലാവരും വിരാവുമ്മ. എന്താ? ചക്ക തിന്നേണ്ട കാലമായതുകൊണ്ട് അല്ലാഹു തആല ചക്ക തന്നു. അതുകൊണ്ടാണ് ചക്കക്കാലം എന്നതിന് പേര്. മാങ്ങ തിന്നേണ്ട ഒരു കാലം വരും. അപ്പൊ അല്ലാഹു തആല എല്ലാ മൂഴ്ചയും മാങ്ങ ഉണ്ടാക്കി തരും. അപ്പൊ അതിന് മാങ്ങാക്കാലം എന്നറിയും. തേങ്ങ എല്ലാ കാലത്തും നിന്നാ, അതുകൊണ്ട് തേങ്ങാക്കാലം എന്നൊരു കാലമില്ല. അത് എല്ലാ കാലത്തും നിന്നാൻ പറ്റും. അങ്ങനെ എല്ലാ സാധനവും അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആവശ്യമുള്ളതൊക്കെ തരുന്നുണ്ട്. എല്ലാ ആവശ്യമുള്ളതും നമുക്ക് അല്ലാഹു തആല തന്നുകൊണ്ടിരിക്കുകയുണ്ട്. ചിലതൊന്നും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തരുന്നില്ല. ചിലതൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് എല്ലാ ആവശ്യമുള്ള ആരോഗ്യം ആവശ്യമുള്ളപ്പോൾ അല്ലാഹു ആരോഗ്യം തരുന്നു. രോഗം ആവശ്യമുള്ളപ്പോൾ അല്ലാഹു രോഗം തരുന്നു. മുലപ്പാൽ ആവശ്യമുള്ളപ്പോൾ അല്ലാഹു നമുക്ക് മുലപ്പാൽ തന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മുലപ്പാൽ ആവശ്യമില്ല, പിന്നെ പശുവും പാലാണ് ആവശ്യമുള്ളത്, അതുകൊണ്ട് പശുവും പാൽ തന്നു. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളമില്ലാത്ത സ്ഥലം എന്നൊരു സ്ഥലമില്ല, ശരിക്ക് എല്ലായിടത്തും ഉണ്ട്. എന്നാലും ചില സ്ഥലത്ത് വെള്ളത്തിന്റെ ലഭ്യത കൂടുതലുണ്ടായിരിക്കും. അതുകൊണ്ട് വെള്ളത്തിന്റെ ലഭ്യത നല്ലോണമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ്. പിന്നെ ഒന്ന്, ഭൂമിയുമായി, താമസിക്കാൻ പോകുന്ന ഭൂമിയുമായി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മാലിന്യങ്ങളുടെ സമീപത്ത് താമസിക്കാതിരിക്കുക എന്നത് പ്രധാനമാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ചപ്പ് ചവറുകൾ കൊണ്ടുപോയി കൂട്ടുന്നതിന്റെ അടുത്ത് പോയിട്ട് പെരേറ്റി പാർക്കാതിരിക്കുക. മാലിന്യങ്ങളുടെ സമീപത്ത്, ചളിക്കുഴിയുടെ സമീപത്ത്, മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലത്ത്, അതിന്റെ പരിസര പ്രദേശത്ത് താമസിക്കാതിരിക്കുക. മാലിന്യം ഇട്ട സ്ഥലവും നല്ലതല്ലാണ്. മുന്നേ കുറെ കാലം മുമ്പ് മാലിന്യം കൊണ്ടുപോയിട്ടിരുന്നതാണ്. പിന്നെ അതൊക്കെ തൂർത്ത് നല്ല മണ്ണൊക്കെ നേരാക്കിക്കണം. എന്നാലും ആ ഭൂമി അശുഭ ഭൂമിയാണ്, നല്ല ലക്ഷണം കാണിക്കുന്ന ഭൂമിയല്ല ആ ഭൂമി. അവിടെ താമസിക്കാതിരിക്കലാണ് നല്ലത്.